കാൽക്കോവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നു മുതൽ PSCയുടെ വീഡിയോ സെഷൻസ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ത്യൻ ചരിത്രമാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയുണ്ട് എന്ന് തോന്നുന്നു. ചരിത്രം എന്ന് പറഞ്ഞാൽ ഇന്ന് കഥകൾ. അപ്പോ നമ്മളുടെ കഥകളിലേക്ക് സ്വാഗതം. മുഗൾ സാമ്രാജ്യത്തിലെ കുറച്ച് കഥകളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോ നിങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രം ഉണ്ടാകണം. നിങ്ങളുടെ മനസ്സിൽ തെളിയേണ്ട ചിത്രം ഒരു യുദ്ധമാണ്. 1,00,000-ലേറെ പടയാളികളുള്ള ഒരു കൂട്ടം ആളുകൾ ഒരു വശം, 12,000 പടയാളികളുമായി ഒരു കൂട്ടം. ഇവർ തമ്മിൽ ഘോര ഒരു യുദ്ധം നടക്കുകയാണ്. വർഷം 1526. 1,00,000 അടങ്ങുന്ന പടയാളികളുമായി എത്തിയ ഇബ്രാഹിം ലോധിയെ വെറും 12,000 പടയാളികളുമായി എത്തിയ ബാബർ നേരിടുന്നു. ഒന്നാം പാനിപ്പട്ട് യുദ്ധം 1526. ഇതാണ് നമ്മുടെ കഥയിലെ ആദ്യ രംഗം. കഥ തുടങ്ങാൻ പോവുകയാണ്. അതിനു മുമ്പ് കഥയിൽ പറയുന്നത് പോലെ തന്നെ കുറച്ച് കാര്യങ്ങളാണ്. മുഗൾ സാമ്രാജ്യം 300 കൊല്ലം നീണ്ടു നിന്ന ഒരു സാമ്രാജ്യമാണ്. ഇന്ത്യയിൽ 300 കൊല്ലം നീണ്ടു നിന്ന ഒരു സാമ്രാജ്യമാണ്. ഇന്ത്യയിൽ ഒട്ടേറെ കോൺട്രിബ്യൂഷൻസ് തന്നിട്ടുള്ള ഒരു സാമ്രാജ്യവുമാണ്. അപ്പോ പ്രധാനപ്പെട്ട മുഗൾ രാജാക്കന്മാർ ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പേര് വരണം: ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്. BHA-JSA. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്. 1707 ഔറംഗസീബിന്റെ മരണശേഷം ഈ സാമ്രാജ്യം പൂർണ്ണമായെങ്ങും ക്ഷയിച്ചു പോവുകയാണ് ഉണ്ടായത്. അപ്പോ 1526 ഒന്നാം പാനിപ്പട്ട് യുദ്ധം, ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലുണ്ടായ ആ യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയെ തോൽപ്പിച്ച് 300 കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു സാമ്രാജ്യം ഉദയം ചെയ്തു. അതാണ് മുഗൾ സാമ്രാജ്യം. ഇബ്രാഹിം ലോധിയെ തോൽപ്പിച്ചതാര്? ബാബർ. ആ യുദ്ധത്തിന്റെ പേര് ഒന്നാം പാനിപ്പട്ട് യുദ്ധം. നടന്ന വർഷം 1526. അന്ന് തുടങ്ങി മുഗൾ സാമ്രാജ്യം ഇന്ത്യയിൽ. പ്രധാനപ്പെട്ട 6 രാജാക്കന്മാരുടെ പേര് ഞാൻ പറഞ്ഞു. ആ ഭരണാധികാരികൾ മുഗളന്മാരുടെ പേര് പറഞ്ഞു: ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്. ഇതിൽ ഷാജഹാൻ നമുക്ക് മറക്കാൻ പറ്റാത്ത പേരാണ്. കാരണം താജ്മഹൽ, അക്ബർ ഹൃതിക് റോഷന്റെ ഒരു സിനിമയോടുകൂടി പോപ്പുലർ ആയ ആളാണ്. ബാബർ എന്ന് പറയുന്ന പേര് മറക്കരുത്. ഈ പറയുന്ന മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ച മഹാനായ സ്ഥാപകൻ എന്ന് തന്നെ പറയേണ്ടി വരും. ഒട്ടേറെ യുദ്ധം കണ്ടു വളർന്ന വ്യക്തി, യുദ്ധങ്ങൾ പോരാടിയ വ്യക്തി. ആ വ്യക്തിയാണ് മുഗൾ സാമ്രാജ്യത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത്. ഇതാണ് നമ്മുടെ കഥയിലെ ഉള്ളടക്കം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ബാബർ എന്ന് പറയുന്ന വ്യക്തിയുടെ കഥയാണ്. നമ്മുടെ മുഗൾ ചക്രവർത്തി, മുഗൾ സാമ്രാജ്യം ഇന്ത്യയിൽ സ്ഥാപിച്ച ബാബർ എന്ന് പറയുന്ന മഹാനായ ചക്രവർത്തിയുടെ കഥയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ചിത്രത്തിൽ കാണുന്ന വ്യക്തിയാണ് മഹാനായ സഹീറുദ്ദീൻ മുഹമ്മദ് ബാബർ. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 12ാമത്തെ വയസ്സിൽ, ഒരു ടീനേജ് പ്രായമാകുന്നതിനും മുമ്പ് തന്നെ സിംഹാസനം തലയിലേക്കാൻ വിധിക്കപ്പെട്ടവൻ. തന്റെ പിതാവിന്റെ മരണശേഷം 1494 ആരായി വിധിക്കപ്പെട്ടവൻ? ഒരു രാജാവായി വിധിക്കപ്പെട്ടവൻ. എവിടെയായിരുന്നു? ഉസ്ബെക്കിസ്ഥാനിലെ ഫർഗാനയിൽ സിംഹാസനത്തിൽ ഏറ്റപ്പെട്ടവൻ. സ്വന്തം പിതാവിന്റെ മരണത്തോടുകൂടി 12ാം വയസ്സിൽ ആ ഒരു കുഞ്ഞു പയ്യന്റെ മുഖം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരണം. 12 വയസ്സായ കുഞ്ഞനിയന്മാർ, അവനെ ഓർത്തു നോക്കുക. ഒന്നിനെ പറ്റിയും വ്യക്തമായ ധാരണ ഇല്ലാത്ത ഒരു പയ്യൻ. ആ പയ്യൻ ഉസ്ബെക്കിസ്ഥാനിലെ ഫർഗാനയിൽ സ്വന്തം പിതാവിന്റെ മരണത്തോടുകൂടി സിംഹാസനത്തിലേറുകയാണ്. അവന്റെ ചുറ്റും ശത്രുക്കളായിരുന്നു. ആ സമയത്ത് മധ്യ ഏഷ്യയിൽ അവന് സ്ഥിതി സുസ്ഥിരമായിരുന്നില്ല.
ഒട്ടേറെ പ്രഭുക്കന്മാരിൽ നിന്ന് എതിർപ്പുകൾ ഏറ്റുകൊണ്ടേയിരുന്നു. ഒരു 12 വയസ്സുകാരനായ പയ്യനാണ്. ആ പയ്യനെ ഒന്ന് കൊല്ലുകയോ ഒന്ന് ഇല്ലാണ്ടാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രഭുക്കന്മാർ അവിടത്തെ സിംഹാസനം കൈയടക്കാം. അതുകൊണ്ട് തന്നെ അവന്റെ സ്ഥാനം ഒരിക്കലും സ്ഥിരമായിരുന്നില്ല, സുസ്ഥിരമായിരുന്നില്ല. എന്നിരുന്നാലും സമർഖണ്ഡ് എന്ന് പറയുന്ന സ്ഥലം ചില പ്രഭുക്കന്മാരുടെ സഹായത്തോടുകൂടി ഈ പയ്യൻ പിടിച്ചെടുക്കുകയാണ്. പയ്യൻ എന്ന് പറയാൻ പറ്റില്ല, അവനൊരു പോരാളിയാണ്, ഒരു ധീരനായ യോദ്ധാവായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സമർഖണ്ഡ് അവൻ പിടിച്ചെടുത്തു. പക്ഷേ ചിലർ പ്രഭുക്കന്മാർ അവനെ ഉപേക്ഷിച്ചു പോയത് കാരണം പെട്ടെന്ന് തന്നെ അവന് പിൻവാങ്ങേണ്ടി വന്നു. അതേസമയം തന്നെ തന്റെ സിംഹാസനം, തന്റെ അച്ഛന്റെ മരണശേഷം കിട്ടിയ ഫർഗാന എന്ന് പറയുന്ന സിംഹാസനവും അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടി വന്നു? ഉസ്ബെയ്ഗിനികളോട് ഉപേക്ഷിക്കേണ്ടി വന്നു. നഷ്ടപ്പെട്ടു പോയി തന്റെ സിംഹാസനം പോലും. 12 വയസ്സിൽ അധികാരത്തിലേറ്റ പയ്യന് കുറെ കാലം നീണ്ടു നിൽക്കാൻ സാധിച്ചില്ല. അവൻ യുദ്ധത്തിലൂടെ സമർഖണ്ഡ് പിടിച്ചെടുത്തു. അതും അവിടെയും പരാജയപ്പെട്ട് ഓടേണ്ടി വന്നു. തനിക്ക് കിട്ടിയ സിംഹാസനം പോലും അവന് ഉസ്ബെയ്ഗിനോട് ഉസ്ബെക്കിസ്ഥാനികളോട് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. അവൻ അലഞ്ഞു തിരിഞ്ഞു നടന്നു. നീണ്ട 10 കൊല്ലത്തോളം അലഞ്ഞു തിരിഞ്ഞു നടന്ന് പടയാളികളെയും പോരാളികളെയും കണ്ടെത്തി. തന്റെ 22-ാം വയസ്സിൽ 1504 അവൻ കാബൂളിനെ പിടിച്ചെടുത്തു. ഈ 10 കൊല്ലത്തെ അലഞ്ഞു തിരിഞ്ഞിൽ കൊണ്ട് അവനൊരു പോരാളിയായി മാറുകയായിരുന്നു. തന്റെ 22-ാമത്തെ വയസ്സിൽ അവൻ കാബൂൾ പിടിച്ചടക്കി. ഒരു പട, അവൻ കണ്ടെടുത്ത പട, ആ പടയോടൊപ്പം അവൻ കാബൂൾ പിടിച്ചെടുത്തു. ആ കുഞ്ഞു പയ്യന് 22 വയസ്സുകായി ആ കാബൂൾ പിടിച്ചെടുത്ത സമയത്ത് അവൻ കേൾക്കുന്നു, അങ്ങ് ദൂരെ ഹിന്ദുസ്ഥാൻ എന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലം സ്വർണങ്ങൾ കൊണ്ടും വജ്രങ്ങൾ കൊണ്ടും തീർത്ത നഗരങ്ങൾ. ആ സ്ഥലത്തെ അവൻ സ്വപ്നം കാണാൻ തുടങ്ങി. ആ 22 വയസ്സുകാരൻ സ്വപ്നം കാണാൻ തുടങ്ങി. 15 കൊല്ലത്തോളം അവൻ സ്വപ്നം കണ്ടു നടന്നു. 1517 അവൻ നിർണായകമായ നീക്കങ്ങൾ നടത്തി ഹിന്ദുസ്ഥാന് വേണ്ടി. 22 വയസ്സിൽ കാബൂൾ പിടിച്ചടക്കിയ പയ്യന്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ ധനം നിറഞ്ഞിരിക്കുന്ന ഹിന്ദുസ്ഥാനായി മാറി. 15 വർഷങ്ങളായി അവൻ സ്വപ്നം കാണുകയാണ്. അവൻ ചെറിയ ചെറിയ നീക്കങ്ങൾ നടത്താൻ തുടങ്ങി. അപ്പോ ഇന്ത്യയുടെ അവസ്ഥ, ആ സമയത്ത് ഹിന്ദുസ്ഥാന്റെ അവസ്ഥ എന്തായിരുന്നു? ഹിന്ദുസ്ഥാനിൽ ഇബ്രാഹിം ലോധി, അതിക്രൂരനായിരുന്ന ഇബ്രാഹിം ലോധി ഭരിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു. ഇബ്രാഹിം ലോധിക്ക് ആ സമയത്ത് ശത്രുക്കളായി ഉണ്ടായിരുന്നത് അഫ്ഗാനിലെ മേധാവികളായിരുന്നു. ആ സമയത്ത് പഞ്ചാബിലെ ഒരു വലിയൊരു ഭാഗത്തിന്റെ ഗവർണർ ആയിരുന്നു ദൗലത് ഖാൻ ലോധി. ഈ ദൗലത് ഖാൻ ലോധി ആർക്കെതിരായിരുന്നു? ഇബ്രാഹിം ലോധിക്കെതിരായിരുന്നു. അയാള് മാത്രമല്ല, മേവാറിലെ രജപുത്ര രാജാവായ റാണാ സംഗയും തന്റെ അധികാരം ഉറപ്പിക്കുന്നതിനായി ഇബ്രാഹിം ലോധിക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോ 22 വയസ്സായ പയ്യൻ 15 കൊല്ലമായി കാണുന്ന സ്വപ്നം ഹിന്ദുസ്ഥാൻ. ആ ഹിന്ദുസ്ഥാൻ ഭരിച്ചുകൊണ്ടിരുന്ന ഇബ്രാഹിം ലോധിക്ക് 2 പ്രധാനികളായ ശത്രുക്കൾ. ദൗലത് ഖാൻ ലോധി, പഞ്ചാബിലെ ഗവർണറായിരുന്ന ദൗലത് ഖാൻ ലോധി, മാത്രമല്ല മേവാറിലെ രജപുത്ര രാജാവായ റാണാ സംഗ. ഈ 2 പേരും അവർക്ക് ഈ ഇബ്രാഹിം ലോധിക്ക് ശത്രുക്കളായിരുന്നു. ഈ ശത്രുക്കൾ ഈ സ്വപ്നം കണ്ട്, ഹിന്ദുസ്ഥാനെ സ്വപ്നം കണ്ട് കിടക്കുന്ന ബാബറിനെ ക്ഷണിച്ചു, നീ വാ, ഇബ്രാഹിം ലോധി വളരെ എളുപ്പത്തിൽ കീഴടക്കാൻ പറ്റുന്ന രാജാവാണ്. നീ ഒന്ന് ശ്രമിച്ചാൽ ഇബ്രാഹിം ലോധിയെ കീഴടക്കാം, നിനക്ക് രാജാവാകാം, ഈ ഹിന്ദുസ്ഥാനെ നിനക്ക് ഭരിക്കാം. ആരെ ക്ഷണിക്കുകയാണ്? ആക്രമിക്കാൻ, ഇബ്രാഹിം ലോധിയെ ആക്രമിക്കാൻ ബാബറിനെ ക്ഷണിക്കുകയാണ് റാണാ സംഗയും ദൗലത് ഖാനും. അവരുടെ ലക്ഷ്യം എന്താണ്? റാണാ സംഗ, ഈ ബാബർ വന്ന് ആരെ കീഴ്പ്പെടുത്തുന്നു? ഇബ്രാഹിം ലോധിയെ കീഴ്പ്പെടുത്തുന്നു. ഒരു 37 വയസ്സുള്ള ഒരാൾ മാത്രമാണ്. ഈ ഇബ്രാഹിം ലോധിയെ കീഴ്പ്പെടുത്തുമ്പോൾ അവന്റെ പടയാളികൾ എന്തായാലും കുറയും. മറ്റൊരു യുദ്ധം നടക്കുക റാണാ സംഗയ്ക്ക് അല്ലെങ്കിൽ ലോധിക്ക്. ഏത് ലോധിയാണ്? രണ്ടാമത് പറഞ്ഞ നമ്മുടെ പഞ്ചാബ് ഭരിച്ചിരിക്കുന്ന ലോധി, പഞ്ചാബ് ഭരിക്കുന്ന ലോധിയാണ് ദൗലത് ഖാൻ ലോധി. അവർക്ക് ഈ നിസ്സാരമായി ഈ ബാബറിനെ കൊന്നൊടുക്കാൻ സാധിക്കുകയും ഇന്ത്യ, ഹിന്ദുസ്ഥാൻ അവരുടെ പരിധിയിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്ന കൂർമ്മ ബുദ്ധിയോടുകൂടിയാണ് അവര് ബാബറിനെ വിളിച്ചു വരുന്നത്. ബാബറെ നീ വാ. ദൗലത്, നമ്മുടെ ഇബ്രാഹിം ലോധി വളരെ വലിയ
പ്രശ്നമുള്ള ആളൊന്നുമല്ല, നമുക്ക് സിമ്പിളായ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ പറ്റുമെന്ന് ബാബറിനെ വിളിച്ചു വരുത്തുകയാണ്. 15 വർഷത്തെ സ്വപ്നമാണെന്ന് ഓർക്കണം. ഇന്ത്യ, ഹിന്ദുസ്ഥാൻ. 1519 അദ്ദേഹം അതിന് തുടക്കം കുറിച്ചു. അദ്ദേഹം പതിയെ പതിയെ ബാബർ ഓരോരോ സ്ഥലങ്ങളായി കോട്ടകൾ പിടിച്ചെടുക്കിക്കൊണ്ടിരിക്കുകയാണ്. 1519നും 1524നും ഇടയിൽ ഭേറ, സിയാൽകോട്ട്, ലാഹോർ തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം യുദ്ധം ചെയ്ത് പോരാടി ജയിച്ചു മുന്നേറുകയാണ് ബാബർ. 1526 ആയപ്പോൾ പാനിപ്പത്തിൽ ഇബ്രാഹിം ലോധിയെ നേരിട്ട് കണ്ടെത്തി ഏറ്റുമുട്ടാൻ തുടങ്ങി. 12,000 സൈനികർ മാത്രമുള്ള ബാബറും 1,00,000 സൈനികരുള്ള ഇബ്രാഹിം ലോധിയും. കണക്കുകൾക്കനുസരിച്ചാണെങ്കിൽ ഇബ്രാഹിം ലോധി നിസാരമായി ജയിക്കുന്ന ഒരു യുദ്ധം. പക്ഷേ അദ്ദേഹത്തിന് ബാബറിന് അദ്ദേഹത്തിന്റെ ശൈലി, യുദ്ധരീതി ഓട്ടോമൻ യുദ്ധരീതിയായിരുന്നു. മാത്രമല്ല 16-ാം നൂറ്റാണ്ടിൽ അതിവിപ്ലവകരമായിട്ടുള്ള പീരങ്കികൾ കൂട്ടിച്ചേർത്ത് യുദ്ധം ചെയ്യാനും ആര് തീരുമാനിച്ചു? ബാബർ തീരുമാനിച്ചു. അങ്ങനെ ഒന്നാം പാനിപ്പട്ട് യുദ്ധത്തിൽ പീരങ്കികളുടെ സഹായത്തോടുകൂടി 12,000 പട്ടാളക്കാർ, 1,00,000 പട്ടാളക്കാർ വരുന്ന ഇബ്രാഹിം ലോധിയെ കീഴ്പ്പെടുത്തി ബാബർ തന്റെ ആധിപത്യം ഹിന്ദുസ്ഥാനിൽ സ്ഥാപിച്ചു. വർഷം 1526. യുദ്ധം, ഒന്നാം പാനിപ്പട്ട് യുദ്ധം. ആരെ കീഴ്പ്പെടുത്തി? ഇബ്രാഹിം ലോധിയെ. സഹായിച്ചതാര്? റാണാ സംഗ, രജപുത്രൻ. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരാൾ തന്നെയാണ് മുഗളന്മാർക്ക് ഇന്ത്യയിലേക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത്. അപ്പോ മറക്കരുത്, ആരെ? ഇബ്രാഹിം ലോധിയെ കീഴ്പ്പെടുത്തി ബാബർ തന്റെ അധികാരം പറഞ്ഞു. ഉടനെ തന്നെ റാണാ സംഗ മാറുമെന്നറിയാം. ഈ പറയുന്ന ബാബറിനടുത്ത് തനിക്കൊരു ഇരയാകുമെന്ന് മനസ്സിലാക്കിയ റാണാ സംഗ ആർക്കെതിരെ യുദ്ധം തുടങ്ങി? വീണ്ടും ബാബറിനെതിരെ തുടങ്ങി. ബാബർ ഡൽഹിയെയും ആഗ്രയെയും കീഴടക്കി. പക്ഷേ രജപുത്രന്മാരെയും അഫ്ഗാനികളും, നേരത്തെ പറഞ്ഞ രജപുത്രന്മാരെയും അഫ്ഗാനികൾക്ക് അടിച്ചമർത്തേണ്ടി തന്നെ വന്നു. ഇവരാണ് ക്ഷണിച്ചത്. പക്ഷെ ഇവർ അടിച്ചമർത്തിയില്ലെങ്കിൽ തന്റെ ജീവനൊരു ഭീഷണിയാണെന്ന് മനസ്സിലാക്കിയ ബാബർ ഇവരെയും അടിച്ചമർത്തി. അദ്ദേഹം എന്ത് ചെയ്തു? മേവാറിന്റെ ഭരണാധികാരിയായിരുന്ന, രാജസ്ഥാനിലും മാൾവയിലും ശക്തമായി സ്വാധീനം ചെലുത്തിയിരുന്ന സംഗയെ അദ്ദേഹം നേരിടാൻ തീരുമാനിച്ചു. അദ്ദേഹം എവിടെ വെച്ച് നേരിട്ടു? ബാബർ റാണാ സംഗയുടെ സൈന്യത്തെ ഫത്തേപൂർ സിക്രിനടുത്തുള്ള ഖാൻവയിൽ കണ്ടുമുട്ടി. ഈ കണ്ടുമുട്ടിയ സമയത്ത് 1527 ആ യുദ്ധത്തെ അറിയപ്പെടുന്ന യുദ്ധമാണ് ഖാൻവാ യുദ്ധം. 1527 റാണാ സംഗയുമായി അദ്ദേഹം യുദ്ധത്തിൽ ഏർപ്പെട്ടു. ആ യുദ്ധത്തെ അറിയപ്പെടുന്ന പേരാണ് ഖാൻവാ യുദ്ധം. 1,00,000-ലേറെ പടയാളികൾ ഉണ്ടായിരുന്ന ലോധിയെ തോൽപ്പിക്കാൻ സാധിച്ചുവെങ്കിൽ റാണാ സംഗയെ നിസ്സാരം പോലെ അദ്ദേഹം തോൽപ്പിച്ചു 1527 ഖാൻവാ യുദ്ധത്തിൽ. അടുത്ത് വീണ്ടും മാൽവ എന്ന് പറയുന്ന സ്ഥലത്ത് വീണ്ടും ഒരു മേധാവി ഉണ്ടായിരുന്നു. ആ മേധാവിയുടെ പേരായിരുന്നു മേദിനി റായ് വീണ്ടും തന്റെ അധികാരത്തെ ചോദ്യം ചെയ്തു, വെല്ലുവിളിച്ചു. അദ്ദേഹത്തെയും തോൽപ്പിച്ചു. ചന്ദേരി യുദ്ധം 1528 ചന്ദേരി യുദ്ധത്തിൽ ആരെയും തോൽപ്പിച്ചു? മേദിനി റായ് തന്റെ ഹിന്ദുസ്ഥാനിലെ ഭരണത്തെ ചോദ്യം ചെയ്ത രജപുത്രനായ റാണാ സംഗയെ ആദ്യം വകവരുത്തി. തന്റെ ഭരണത്തെ വീണ്ടും ചോദ്യം ചെയ്ത മേദിനി റായി അദ്ദേഹം ഇല്ലാണ്ടാക്കി. ചേതരി യുദ്ധം 1522. അതുകൊണ്ടും തീർന്നില്ല. തന്നെ ഇവിടെ വിളിച്ചു വരുത്തിയ വേറൊരാളുണ്ട്. ഇബ്രാഹിം ലോധിയുടെ സഹോദരനുണ്ട്, മുഹമ്മദ് ലോധി. അദ്ദേഹത്തെ 1529 കീഴ്പ്പെടുത്തി. ഗാഗ്ര യുദ്ധം. അപ്പോൾ ഹിന്ദുസ്ഥാനിൽ തന്റെ ഭരണത്തിനെതിരെ നിന്ന എല്ലാവരെയും ഉന്മൂലനം, വേരോടെ പിഴുതു കളഞ്ഞതിന് ശേഷം 1530 അദ്ദേഹം മരിക്കുകയാണ് ഉണ്ടായത്. 1530 ഒരു പയ്യൻ, ഒന്നും അറിയാത്തൊരു പൊട്ടൻ പയ്യൻ, 12 വയസ്സായപ്പോ അധികാരത്തിലേറ്റു. ആരൊക്കെയോ പറഞ്ഞ് ജീവിച്ചു. 10 കൊല്ലത്തോളം അടിമയെ പോലെ അല്ലെങ്കിൽ പോരാളികളുമായി ഒരു കൂട്ടം സ്ഥലം അലഞ്ഞുതിരുന്ന കാബൂൾ പിടിച്ചടത്തിയവൻ ഇന്ത്യയെ സ്വപ്നം കണ്ട് ഇന്ത്യയിലെത്തിയപ്പോൾ തനിക്കെതിരെ നിൽക്കാൻ സാധ്യതയുള്ള എല്ലാവരെയും അറുത്തുമാറ്റി ഒരു സ്ഥാപിക്കുകയാണ് ഉണ്ടായത്? ഒരു സാമ്രാജ്യം സ്ഥാപിച്ചു ബാബർ.
അവൻ നടത്തിയ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ 1526 യുദ്ധം, 1527 ഖാൻബ യുദ്ധം, ചന്ദേരി യുദ്ധം, ഗാഗ്ര യുദ്ധം, 4 യുദ്ധങ്ങൾ, 26, 27, 28 തന്റെ ഹിന്ദുസ്ഥാനിലെ ഉറച്ച അടിത്തറവാകുന്നതിനായി തനിക്കെതിരെ നിന്ന എല്ലാ ശത്രുക്കളെയും ഇല്ലാണ്ടാക്കി അവനൊരു സാമ്രാജ്യം സ്ഥാപിച്ചു. ആ സാമ്രാജ്യം സ്ഥാപിച്ചതിന് ശേഷം 1530 അദ്ദേഹം വിടവാങ്ങും, അദ്ദേഹം മരിക്കുകയാണ് ഉണ്ടായത്. ഒരു പോരാളിയുടെ കഥയാണിത്. ഇനി അദ്ദേഹം ഒരു വലിയൊരു ഒട്ടേറെ ഭാഷകൾ പണ്ഡിതനായിരുന്നു, പേർഷ്യൻ, അറബി ഭാഷകൾ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥയാണ് തുസുക്-ഇ ബാബുരി. തുർക്കി ഭാഷയിൽ എഴുതിയിട്ട് മറക്കരുത്, തുർക്കി ഭാഷയിൽ എഴുതിയ തുസുക്-ഇ ബാബുരി തന്റെ ആത്മകഥയാണ്. പിന്നീട് പേർഷ്യൻ ഭാഷകളിലേക്കും മറ്റു ഭാഷകളിലേക്കും ഇത് വിവർത്തനം ചെയ്യപ്പെടുകയും ഉണ്ടായി. അപ്പൊ നമ്മൾ ബാബറിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പൊ ആദ്യം ബാബർ സ്വപ്നം കണ്ട സമയത്ത് ബാബറെ ഇന്ത്യയിലേക്ക് വിളിച്ചു വരുത്തിയ 2 പേരുണ്ട്. ആ 2 പേരാണ് കുഴി കുഴിച്ചു കൊടുത്ത് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുകയാണ് ഉണ്ടായത്, റാണാ സംഗയും ലോധിയും. അത് കൃത്യമായി ഓർത്തിരിക്കുക. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ മുഗൾ സാമ്രാജ്യം എവിടെ ഉണ്ടാകില്ലായിരുന്നു, ഇന്ത്യയിൽ ഉണ്ടാകില്ലായിരുന്നു. ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യം ഉണ്ടാകാൻ കാരണമായത് ഒരു രാജാവ് തന്നെയാണ്, ഒരു രജപുത്ര രാജാവ് തന്നെയാണ്, റാണാ സംഗ. അദ്ദേഹത്തെ കീഴ്പ്പെടുത്തിയത് വന്നതിന് ശേഷം തന്നെ ക്ഷണിച്ച അവരെ തന്നെ നിർദ്ദയം കൊന്നൊടുക്കുകയാണ് ആരുണ്ടായത്, ഈ പറയുന്ന ബാബർ ചെയ്തത്. 1527 യുദ്ധം അതിനു വേണ്ടിയായിരുന്നു. തന്റെ കൂടെ നിന്ന് മേദിനിയെയും കൊന്നൊടുക്കുക 1528. 1529 അഫ്ഗാനികളെ അദ്ദേഹം ഇല്ലാണ്ടാക്കി. 1530 അദ്ദേഹം മരിച്ചുവെങ്കിലും മുഗൾ സാമ്രാജ്യത്തിനൊരു അടിത്തറ കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം വിടവാങ്ങിയത്. അപ്പോൾ നമുക്ക് ഇതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് പറയാം. ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ പറയാൻ സാധിച്ചാൽ ഈ ക്ലാസ് എഫക്റ്റീവ് ആണ്. മുഗൾ സാമ്രാജ്യം ഇന്ത്യയിൽ സ്ഥാപിച്ചത് ആരാണ്? പറയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അക്ബറാണോ, ഔറംഗസേബാണോ, ബാബറാണോ, ഹുമയൂണോ? കഥ ആലോചിച്ച് നോക്കുക. ഉത്തരം നിങ്ങൾ തന്നെ പറയുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം, 1-ാം പാനിപ്പറ്റ് യുദ്ധം നടന്ന വർഷം ഏതാണ്? കമന്റ് ചെയ്യുക. തന്റെ ആത്മകഥയായ തുസുക്-ഇ ബാബുരി രചിച്ച മുഗൾ ഭരണാധി ബാബുരി എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മ വരണം ആരാണത്. ഇന്ത്യയെ ആക്രമിക്കാൻ ബാബറിനെ ക്ഷണിച്ചവർ ആരൊക്കെയായിരുന്നു? അവരാണ് ഇന്ത്യയിലേക്ക് ബാബറിന് വഴി കൊടുത്തത്. അവരാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് മുഗൾ ചക്രവർത്തികൾക്ക് വഴിയായി തീർന്നത്. ആരൊക്കെയാണത്? ഓർത്തിരിക്കുക. റാണാ സംഗയുടെ പരാജയം കൊണ്ട് ഒടുവിൽ വിജയിച്ച യുദ്ധം ഏതാണ് എന്ന് ഓർത്തിരിക്കുക. ഗാഗ്ര യുദ്ധമാണോ, ചന്ദേരിയാണോ, ഖാൻബയാണോ എന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഖാൻബ യുദ്ധം ആരുമായി നടന്നു? ചന്ദേരി യുദ്ധം ആരുമായി നടന്നു? ഗാഗ്ര യുദ്ധം ആരുമായി നടന്നു? 1-ാം പാനിപ്പത്ത് യുദ്ധം ആരും? ഈ 4 യുദ്ധങ്ങളാണ് ബാബർ പ്രധാനമായും ഇന്ത്യയിൽ നടത്തിയത്. 12-ാം വയസ്സിൽ ബാബർ കീഴടക്കിയല്ല, ബാബർ ഏത് സിംഹാസനത്തിലാണ് കയറിയത്? ഏത് സിംഹാസനമാണ്? ഫർഗാന സിംഹാസനത്തിലാണ് അദ്ദേഹം കയറിയത്. ഒന്ന് ഉത്തരം പറയാം. 12-ാം വയസ്സിൽ ഫർഗാന സിംഹാസനത്തിൽ കയറിയത് ആര്? ബാബർ. 1527 നടന്ന യുദ്ധത്തിന്റെ പേര് ഖാൻബ യുദ്ധം. ആരുമായി? റാണാ സംഗയുമായി. മേദിനിയുമായി നടന്ന യുദ്ധം ചന്ദേരി യുദ്ധം. ലോധിയുടെ സഹോദരി നടന്ന യുദ്ധം ഗാഗ്ര യുദ്ധം. മറക്കരുത്. 1526 ലോധിയുമായി നടന്ന യുദ്ധം 1-ാം പാനിപ്പത്ത് യുദ്ധം. ഇന്ത്യയിലേക്ക് ക്ഷണിച്ചാരൊക്കെ? ദൗലത് ഖാൻ ലോധിയും റാണാ സംഗയും. 3-ാമത്തെ ചോദ്യം, ബാബുരി തുസുക്-ഇ ബാബുരി രചിച്ചതാര്? ബാബറിന്റെ ആത്മകഥയാണ്. തുർക്കി ഭാഷയിൽ രചിച്ചു, പിന്നെ പേർഷ്യയിലേക്ക് കൺവേർട്ട് ചെയ്തു. 1-ാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം 1526. സംശയമില്ല, നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുഗൾ സാമ്രാജ്യം ഇന്ത്യയിൽ സ്ഥാപിച്ചതാര്? ബാബർ, ദ ഗ്രേറ്റ് ബാബർ. നമ്മളെ 1-ാമത്തെ വീഡിയോ ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്, മുഗൾ സാമ്രാജ്യം. എന്ത് ഡൗട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കാം. എത്ര പ്രാവശ്യം വേണമെങ്കിലും പറയാം. ഒരു വിധം നമ്മൾ ഇനിയും കുറേയധികം ഈ പറഞ്ഞ സാമ്രാജ്യത്തിലെ മുഗളന്മാർ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അത് അടുത്ത വീഡിയോയിലേക്ക് ഇടാം. നിങ്ങൾക്ക് ഈ പറയുന്ന ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. PSCയുടെ എല്ലാ പോർഷൻസും കഥകളാണ്, ചരിത്രം കഥകളാണ്. ആ കഥകൾ കഥകളായി തന്നെ മനസ്സിലാക്കുക, നിങ്ങളുടെ മനസ്സിലിരിക്കും. കഥകളാകാതെ കാണാതെ പഠിക്കാൻ തോന്നിയാൽ എന്നും ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ് ചരിത്രം. താങ്ക് യു.